Today's topic, permutation and introduction. Factorial. N factorial is equal to 1 into 2 into 3 into etc. up to n. That is the product of first n natural numbers. N factorial is defined as n factorial is equal to 1 into 2 into 3 into 4 into etc. up to n. N factorial is also denoted as factorial n. Therefore, 4 factorial is equal to 1 into 2 into 3 into 4. Product of first 4 natural numbers, that is 24. Similarly, 6 factorial is 1 into 2 into 3 into 4 into 5 into 6. That is 720. And 0 factorial. 0 factorial is defined as 1. 0 factorial is defined as 1. ഇത് നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഈ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിലെ x⁻⁻1ൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്ന ഓപ്പറേഷനാണ്, ഈ കട്ടയുടെ വെളിയിൽ എഴുതിയിരിക്കുന്ന ഓപ്പറേഷനാണ് ഫാക്ടോറിയൽ. അത് കിട്ടണമെങ്കിൽ ഷിഫ്റ്റ് ഉപയോഗിക്കണം. അപ്പോൾ 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 5 ഷിഫ്റ്റ് പ്രസ് ചെയ്ത ശേഷം ഈ ഓപ്പറേഷൻ ഉപയോഗിക്കുമ്പോൾ 5 ഫാക്ടോറിയൽ എന്ന് വരും. 5 ഫാക്ടോറിയൽ ഈസ് 120 എന്ന് കിട്ടും. ഓക്കെ, ഇനി 6 ഫാക്ടോറിയൽ വേണമെങ്കിൽ 6 പ്രസ് ചെയ്യുക, ഷിഫ്റ്റ് എന്ന കട്ട ഞെക്കുക, അതിനുശേഷം ഈ കട്ട പ്രസ് ചെയ്യുമ്പോൾ 6 ഫാക്ടോറിയൽ എന്ന് എഴുതി വരും. ദാറ്റ് ഈസ് 720. പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. 7 ഫാക്ടോറിയൽ മൈനസ് 5 ഫാക്ടോറിയൽ. ആദ്യം നമുക്ക് 7 ഫാക്ടോറിയൽ കണ്ടുപിടിക്കാം. 7 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര അപ് ടു 7. ഇത് നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. 5040 എന്ന് കിട്ടും. നൗ 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ ഈസ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. 5 ഫാക്ടോറിയലിന് കാൽക്കുലേറ്ററിൽ പ്രസ് ചെയ്താൽ ദാറ്റ് ഈസ് 120. Therefore, 7 factorial minus 5 factorial is 5040 minus 120. That is equal to 4920. Okay. ഒരു ക്വസ്റ്റിനോട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 7 factorial by 5 factorial. We know that 7 factorial is 1 into 2 into 3 into 4 into 5 into 6 into 7 divided by 5 factorial is 1 into 2 into 3 into 4 into 5. നമുക്കറിയാം 1 2 3 4 5 താഴെ നിന്നും മേളിൽ നിന്നും കട്ടാവും. പിന്നെ ബാക്കിയുള്ളത് 6 into 7 42. ക്ലിയർ ആണല്ലോ. എന്നാൽ ഫാക്ടോറിയൽ ഇങ്ങനെ ക്യാൻസൽ ചെയ്യുന്നതിന് ഇത്ര സ്റ്റെപ്പ് എഴുതേണ്ട കാര്യമില്ല. 7 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ ബാക്ക്വേർഡ് കൗണ്ടിങ് ചെയ്യുക. 7 ഇൻറ്റു അതിൻ്റെ ബാക്കിൽ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഈ 7 ഫാക്ടോറിയൽ നമ്മൾ ബാക്ക്വേർഡ് കൗണ്ടിങ് ചെയ്യുന്നു. 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. പക്ഷേ നമുക്കറിയാം 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിനോമിനേറ്ററിലുണ്ടാവും. അപ്പോൾ ഈ താഴെയുള്ള ഫാക്ടോറിയലിനെ ടച്ച് ആകുമ്പോൾ ബാക്കി ക്യാൻസലായി പോവും. അത് എഴുതേണ്ട ആവശ്യമില്ല. അതായത് 7 ഇൻറ്റു 6 ഇൻറ്റു 5 മുതലുള്ളത് താഴെ ഉണ്ടാവും. അപ്പോൾ 7 ഇൻറ്റു 6 ദാറ്റ് ഈസ് 42. അത്രയും സ്റ്റെപ്സ് എഴുതിയാൽ മതിയാകും. ഇതുപോലെ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. 10 ഫാക്ടോറിയൽ ബൈ 8 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പോൾ നമ്മൾ വലിയ 2 ഫാക്ടോറിയൽസ് തമ്മിലാണ് ക്യാൻസൽ ചെയ്യാൻ പോകുന്നത്. ബാക്ക്വേർഡ് കൗണ്ടിങ്. ക്യാൻസലേഷൻ എപ്പോഴും ബാക്ക്വേർഡ് കൗണ്ടിങ് ആണ്. 10 ഇൻറ്റു 9 ഇൻറ്റു 8 തൊട്ടുള്ള താഴോട്ടുള്ള നമ്പേഴ്സ് ഈ 8 ഫാക്ടോറിയലുമായി ക്യാൻസലായി പോകും. അപ്പോൾ 10 ഫാക്ടോറിയൽ ബൈ 8 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 9 8 തൊട്ടുള്ളത് ക്യാൻസലായി പോകും. ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2. Therefore 10 ഇൻറ്റു 9 ബൈ 1 ഇൻറ്റു 2 ഈസ് 45. If 1 by 8 factorial plus
1 by 9 factorial is equal to x by 10 factorial. Find x. 1 by 8 factorial plus 1 by 9 factorial is equal to x by 10 factorial. We have to find the value of x. കൂട്ടത്തിൽ വലിയ ഫാക്ടോറിയലായ 10 ഫാക്ടോറിയൽ കൊണ്ട് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. Therefore 10 ഫാക്ടോറിയൽ ഇൻറ്റു 1 by 8 ഫാക്ടോറിയൽ പ്ലസ് സെക്കൻഡ് ടേമിനെ 10 ഫാക്ടോറിയൽ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. 10 ഫാക്ടോറിയൽ ഇൻറ്റു 1 by 9 ഫാക്ടോറിയൽ ഈക്വൽ ടു 10 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ബൈ 10 ഫാക്ടോറിയൽ. കൂട്ടത്തിൽ വലിയ ഫാക്ടോറിയൽ കൊണ്ട് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. Now 10 factorial by 8 factorial, cancellation, backward counting. 10 into 9, 8 മുതലുള്ള താഴെ ക്യാൻസലായി പോകും. പ്ലസ് 10 factorial by 9 factorial, 10 backward counting ആണ്. 10 factorial 10 factorial കട്ടാവും എക്സ്. Therefore 10 into 9, 90 plus 10 is equal to x. Therefore x is equal to 100. Permutation. The word permutation means arrangement. The number of permutations or arrangements of n elements taken r at a time is NPR is equal to n factorial by n minus r factorial. In this arrangement, repetition is not allowed. Find the value of n if np5 is equal to 42 into np3. Find n if np5 is equal to 42 np3. ആദ്യം നമുക്ക് np5 കണ്ടുപിടിക്കാം. np5 is equal to n factorial by n minus 5 factorial. എന്താണ് ഫോർമുല? ഫോർമുല ഇതാണ്. NPR is equal to n factorial by n minus r factorial. Therefore np5 is n factorial by n minus 5 factorial. Backward counting. n അതിൻ്റെ ബാക്കിൽ n minus 1, പിന്നെ n minus 2, പിന്നെ n minus 3, n minus 4, n minus 5 മുതലുള്ളത് താഴെ ഉണ്ടാകും. ഈ n minus 5 വന്ന് ടച്ച് ആയിക്കഴിഞ്ഞാൽ അത് തൊട്ടുള്ളത് എഴുതേണ്ട ആവശ്യം ഇല്ല. അടുത്തത് NP3. ഈ ക്വസ്റ്റ്യനിലെ പിന്നീടുള്ള പെർമ്യൂട്ടേഷൻ NP3 ആണ്. NP3 is n factorial by n minus 3 factorial. n factorial by n minus 3 factorial. Cancellation, backward counting. n ബാക്കിൽ n minus 1, അതിൻ്റെ ബാക്കിൽ n minus 2, n minus 3 മുതലുള്ളത് വേണ്ട. ഓക്കെ, നമ്മളതിനെയും ഈ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. NP5ൻ്റെ സ്ഥാനത്ത് NP5ൻ്റെ കിട്ടിയ വാല്യൂ n ഇൻറ്റു n minus 1 ഇൻറ്റു n minus 2 ഇൻറ്റു n minus 3 ഇൻറ്റു n minus 4 ഈസ് ഈക്വൽ ടു 42 ഇൻറ്റു NP3യുടെ സ്ഥാനത്ത് NP3യുടെ കിട്ടിയ വാല്യൂ n ഇൻറ്റു n minus 1 ഇൻറ്റു n minus 2. കിട്ടിയ വാല്യൂസ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒരേപോലത്തെ ടേംസ് ക്യാൻസലാക്കാം. എന്നും എന്നും ക്യാൻസലാകും. n minus 1 n minus 1 ക്യാൻസലാകും. n minus 2 n minus 2 ക്യാൻസലാകും. ബാക്കിയുള്ളത് n minus 3 ഇൻറ്റു n minus 4 ഈസ് ഈക്വൽ ടു 42. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. n ഇൻറ്റു n സ്ക്വയർ മൈനസ് n ഇൻറ്റു മൈനസ് 4 4n minus 3 into minus 3n minus 3 into minus 4 plus 12 is equal to 42. n square minus 4n minus 3n minus 7n minus 4n minus 3n minus 7n plus 12. 42 left side വന്നപ്പോൾ minus 42 is equal to 0. Therefore n square minus 7n minus 30 is equal to 0. ഇത് ഫാക്ടറൈസ് ചെയ്യാം. അല്ല എങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ n is equal to minus b plus or minus root of b square minus 4ac whole divided by 2a എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു a 1 ആണ്, b minus 7, c minus 30. a1
b minus 7, c minus 30. Therefore, minus b is 7 plus or minus root of b square minus 7 the square 49 minus 4 into a1 c minus 30 whole divided by 2 into 1. Therefore, n is equal to 7 plus or minus root of 49 minus 4 into 1 into minus 30 minus into minus plus ആകും 120 divided by 2. That is equal to 7 plus or minus root of 169 divided by 2. That is equal to 7 plus or minus 169 the root 13 divided by 2. This is equal to 7 plus 13 20 by 2. 7 minus 30 minus 6 divided by 2. Therefore, this is equal to 10 and minus 3. 20 by 2 10. n minus 6 by 2 വരുമ്പോൾ minus 3. ഇവിടെ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അത് നെഗറ്റീവ് ആകാൻ പറ്റില്ല. therefore n is equal to minus 3 is not possible. Therefore n is equal to 10. Find the value of n if n minus 1 p3 is to np4 is equal to 1 is to 9. n minus 1 p3 is to np4 is equal to 1 is to 9. റേഷ്യോ ആയിട്ട് നമുക്കിതിനെ എക്സ്പ്രസ് ചെയ്യാം. n minus 1 p3 divided by np4 is equal to 1 is to 9 can be written as 1 by 9. ഓക്കെ, ഇനി നമുക്ക് ഓരോ പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കാം. n minus 1 p3 is equal to n minus 1 factorial by n minus 1 minus 3. n minus 1 minus 3 factorial. npr is n factorial by n minus r. ആ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു n minus 1 factorial by n minus 4 factorial. minus 1 minus 3 is minus 4. ബാക്ക്വേർഡ് കൗണ്ടിങ് ചെയ്യുമ്പോൾ n minus 1 അതിൻ്റെ ബാക്കിൽ n minus 2 ഇൻറ്റു n minus 3 അവിടെ വരെ മതി. n minus 4 മുതൽ താഴെ ഉണ്ടാവും. അടുത്ത പെർമ്യൂട്ടേഷൻ np4. np4 is by formula n factorial by n minus 4 factorial. Backward counting n minus 1 n minus 2 into n minus 3. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. n minus 1 p3യുടെ സ്ഥാനത്ത് n minus 1 p3യുടെ ഈ കിട്ടിയ വാല്യൂ n minus 1 into n minus 2 into n minus 3 divided by np4ൻ്റെ സ്ഥാനത്ത് np4ൻ്റെ കിട്ടിയ വാല്യൂ n minus 1 n minus 2 n minus 3. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ നമുക്ക് 1 by 9 ആണ് കിട്ടിയിരിക്കുന്നത്. 1 by 9 ടേംസ് n minus 1 കട്ടാവും, n minus 2 കട്ടാവും, n minus 3 കട്ടാവും. ബാക്കിയുള്ളത് നമുക്ക് എഴുതാം. 1 by n is equal to 1 by 9 implies n is equal to 9. റെസിപ്രോക്കൽ എടുക്കുക അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. n is equal to 9 എന്ന് കിട്ടും. Find r if 5 into 4pr is equal to 6 into 5pr minus 1. 5 into 4pr is equal to 6 into 5pr minus 1. ഓക്കെ, ആദ്യം നമുക്ക് 4pr കണ്ടുപിടിക്കാം. 4pr by definition 4 factorial by 4 minus r factorial. ഇവിടെ ബാക്ക്വേർഡ് കൗണ്ടിങ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് 5pr minus 1. 5pr minus 1 is 5 factorial by 5 minus r minus 1. ഇവിടെ ബ്രാക്കറ്റ് മസ്റ്റായിട്ട് ഇടണം, തെറ്റിക്കരുത്. മൈനസ് കഴിഞ്ഞ് രണ്ട് ടേംസ് വരുമ്പോൾ ബ്രാക്കറ്റ് ഇടണം. ദിസ് ഈസ് ഈക്വൽ ടു 5 factorial by 5 minus r plus 1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ minus r plus 1 factorial. That is equal to 5 factorial by 6 minus r factorial. ഇവിടെയും ബാക്ക്വേർഡ് കൗണ്ടിങ് വർക്കാവില്ല. അത് കാരണം നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 5 into
4PR സ്ഥാനത്ത് 4 ഫാക്ടോറിയൽ ബൈ 4 മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു 6 5PR മൈനസ് 1 സ്ഥാനത്ത് 5 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് ആർ ഫാക്ടോറിയൽ കണ്ടുപിടിച്ച വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആർ ഉള്ള ടേംസ് ഒരു സൈഡിലും ആർ ഇല്ലാത്ത ടേംസ് ഒരു സൈഡിലും കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആറുള്ള ടേംസ് രണ്ട് ലെഫ്റ്റിൽ. അപ്പോൾ 6 മൈനസ് ആർ ഫാക്ടോറിയൽ ബൈ 4 മൈനസ് ആർ ഫാക്ടോറിയൽ. ആറുള്ള രണ്ട് ടേംസ് ആണുള്ളത്. 4 മൈനസ് ആർ ഫാക്ടോറിയൽ ഓൾറെഡി ലെഫ്റ്റിലാണ്. 6 മൈനസ് ആർ ഫാക്ടോറിയൽ ക്രോസ് ചെയ്ത് ലെഫ്റ്റ് വന്നു. ഇനി ആറില്ലാത്ത ടേംസ് 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ ബൈ ഈ രണ്ട് ടേംസിലും ആറില്ല, അത് ക്രോസ് ചെയ്ത് താഴെ വരും. 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ. ഓക്കെ, ഇനിയുമാണ് നമ്മൾ ബാക്ക്വേർഡ് കൗണ്ടിങ് ചെയ്യുന്നത്. 6 മൈനസ് ആർ, അതിൻ്റെ പുറകിൽ 5 മൈനസ് ആർ, അതിൻ്റെ പുറകിൽ 4 മൈനസ് ആർ തൊട്ടുള്ളത് താഴെയുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു 6ഉം 5ഉം ഓർഡിനറി നമ്പേഴ്സാണ്. അത് ബാക്ക്വേർഡ് കൗണ്ടിങ് പറ്റത്തില്ല. 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ 5, അതിൻ്റെ ബാക്കിൽ 4, അത് വേണ്ട. 5 ഫാക്ടോറിയലും 4 ഫാക്ടോറിയലൂടെ ക്യാൻസൽ ചെയ്യും. 6 ഇൻറ്റു 5 30 മൈനസ് 6 ഇൻറ്റു മൈനസ് ആർ മൈനസ് 6r, മൈനസ് ആർ ഇൻറ്റു 5 മൈനസ് 5r, മൈനസ് ആർ ഇൻറ്റു ആർ ആർ സ്ക്വയർ ഈക്വൽ ടു 5ഉം 5ഉം കട്ടാകുമ്പോൾ 6 എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ സ്ക്വയർ ഞാൻ ആദ്യം എഴുതി. മൈനസ് 6r മൈനസ് 5r മൈനസ് 11r പ്ലസ് 30. ലെഫ്റ്റ് സൈഡിൽ ആർ സ്ക്വയർ മൈനസ് 11r പ്ലസ് 30. ഈ 6 ലെഫ്റ്റ് വരുമ്പോൾ മൈനസ് 6 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ആർ സ്ക്വയർ മൈനസ് 11r പ്ലസ് 24 ഈസ് ഈക്വൽ ടു 0. ഇത് ഫാക്ടറൈസ് ചെയ്ത് ആർ കണ്ടുപിടിക്കാം. അല്ല എങ്കിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡ് ബൈ 2a ചെയ്യാം. ആർ ഈസ് ഈക്വൽ ടു മൈനസ് ബി, എ 1 ആണ്, ബി മൈനസ് 11 ആണ്, സി 24. മൈനസ് ബി എന്ന് പറയുമ്പോൾ പ്ലസ് 11 റൂട്ട് ഓഫ് ബി സ്ക്വയർ 121 മൈനസ് 11ൻ്റെ സ്ക്വയർ 121 മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി 24 ബൈ 2 ഇൻറ്റു 1. ദാറ്റ് ഈസ് 11 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 121 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 24 96 ഡിവൈഡഡ് ബൈ 2. That is 11 plus or minus root of 25 by 2. That is equal to 11 plus or minus 5 by 2. That is 11 plus 5 16 by 2. 11 minus 5 എന്ന് പറയുന്നത് 6 by 2. Therefore 8 and 3. Here നമുക്ക് ആറിൻ്റെ വാല്യൂ 8 എന്നും 3 എന്നും കിട്ടി. പക്ഷേ 8 പോസിബിൾ അല്ല. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന പെർമ്യൂട്ടേഷൻ ഒന്ന് 4PR ആണ്. ഈ 6 എന്ന് പറയുന്നത് എപ്പോഴും ഈ 4നേക്കാൾ ചെറുതോ തുല്യമോ ആകണം. 6 ഒരിക്കലും ഈ നമ്പറിനേക്കാൾ വലുതാകാൻ പറ്റത്തില്ല. Therefore r is equal to 8 is not possible. Therefore r is equal to 3. ശ്രദ്ധിക്കുക, ഇവിടെ വരുന്ന നമ്പർ ഈ നമ്പറിനോട് തുല്യമോ അതിനേക്കാൾ ചെറുതോ ആയിരിക്കണം. അതുകൊണ്ട് 8 ഇവിടെ പോസിബിൾ അല്ല. r is equal to 3.